എന്തൊക്കെയാണ് ഈ പോക്സോ കേസിന്റെ പരിധിയിൽ വരുന്നത്? എന്ത് തരത്തിലുള്ള അബ്യൂസുകളാണ്? സെക്ഷൽ പോക്സോ കേസിൻ്റെ പരിധിക്കകത്ത് ഒരു പെൺകുട്ടിയെ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഉണ്ടാകുന്ന സെക്ഷലുള്ള അബ്യൂസും എല്ലാം അതിനകത്ത് വരും. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 18 വയസ്സെന്നുള്ള ഒരു ഏജ് ലിമിറ്റാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളാകുമ്പോൾ. പക്ഷേ ആ ഒരു ഏജ് ലിമിറ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ഏജ് ലിമിറ്റ് മാറ്റേണ്ടതാണ്. കാരണം പണ്ട് കാലത്തെ സമൂഹ വ്യവസ്ഥ അനുസരിച്ചാണ് 18 വയസ്സാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് അയാൾ മേജർ ആവുകയുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇന്നത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 18 വയസ്സൊന്നും ആകണ്ട. ഈ സമൂഹത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ 18 വയസ്സെന്നുള്ള കാലഘട്ടമേ അവർക്ക് ഉണ്ടാകേണ്ടതില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ തലമുറ ഞങ്ങളൊക്കെ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഞങ്ങൾക്ക് 30 വയസ്സ് 35 വയസ്സൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ ഈ മൊബൈൽ ഫോണുകളൊക്കെ അതുകൊണ്ട് കാണാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നതല്ല, ഇന്ന് കുട്ടികൾ ജനിച്ച് വീഴുന്നത് അവർ മൊബൈൽ ഫോണിൻ്റെ ലോകത്തിലേക്കാണ്. ലോകം ഒരു വിരൽത്തുമ്പിൽ എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് അവർ ഓരോന്നും ഏറ്റവും തുടക്കം മുതൽ തന്നെ കണ്ടെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിവിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ തലമുറ മുൻ തലമുറയെ അപേക്ഷിച്ച് വളരെയേറെ മുമ്പിലാണ്, അഡ്വാൻസ്ഡ് ആണ്. അറിവ് ഗ്രാഹിക്കാനുള്ള മാർഗങ്ങൾ നേടുന്നതിനകത്തും അവർ വളരെ മിടുക്കന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് 18 വയസ്സായി കഴിഞ്ഞാൽ മാത്രമേ ഈ തരത്തിലുള്ള അവർ മേജർ ആവുകയുള്ളൂ, അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്കൊരു അറിവ് ലഭിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള അത് മാറ്റേണ്ടതാണ്. അത് മാറി ആ പ്രായം കുറച്ചുകൂടെ താഴേക്ക് മാറ്റി എങ്കിൽ മാത്രമേ ഈ കേസിനകത്ത് കുറച്ചുകൂടെയൊക്കെ ഉണ്ടാകത്തുള്ളൂ. കാരണം പലപ്പോഴും പോക്സോ കേസുകൾക്കകത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായി അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. സപ്പോസ് ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. ഒരു 16 വയസ്സുള്ള ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി അയാൾക്ക് ഇഷ്ടപ്പെട്ട അവർ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മറ്റൊരു പുരുഷനുമായിട്ട് ഇഷ്ടപ്പെടുന്നു, അയാളെ കാണുന്നു, അയാളോട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു. ആ ചെറുപ്പക്കാരനോട്ട് അവർ പോയി ജീവിക്കുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ കൊണ്ടുവന്നൊരു പരാതി കൊടുക്കുന്നു. സ്വതന്ത്രപ്രകാരം പോയതാണ്, അത് കടത്തിക്കൊണ്ട് പോകുന്നൊന്നുമല്ല. പക്ഷേ ഈ പെൺകുട്ടിക്ക് 17 വയസ്സേ ഉള്ളൂ എന്നുള്ള കാരണത്താൽ ബലാത്സംഗ കേസിന് ഉൾപ്പെടെ പോക്സോ കേസുകൾക്കകത്ത് പ്രതിയായി ഈ കാമുകൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ലവർ എന്ന് പറയപ്പെടുന്ന ആൾ ജയിലിൽ പോവുകയാണ്. അവർക്കൊരു കുട്ടി ഉണ്ടായെന്നിരിക്കട്ടെ, ഒരിക്കലും പിന്നിൽ അയാൾക്ക് അതിൽ നിന്ന് ഒരാൾക്കൊന്നുമില്ല. കാരണം DNA ടെസ്റ്റിലകത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതെല്ലാം പ്രൂവ് ചെയ്യപ്പെട്ടു, നേരെ ജയിലിലേക്ക് പോകുക എന്നുള്ള മറ്റു മാർഗ്ഗമൊന്നുമില്ല.